എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 5-ാമത്തെ സർഗത്തിലെ 33-ഉം 34-ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 33-ാമത്തെ ശ്ലോകത്തിൽ ഉപജാതിവൃത്തം, 34-ാമത്തേതിൽ ഇന്ദ്രവജ്രവൃത്തം, അതാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം 33-ാമത്തെ ശ്ലോകം ചൊല്ലാം. അലം വിഹാരേണ ഗതഃ പ്രദോഷോ നിജം വ്രജാമോ ഗൃഹമിത്യുദീര്യ നന്ദഃ കുമാരൗ കരയോർഗൃഹീത്വാ വിവേശവേശ്മാന്തമനന്തകീർത്തി. നമുക്ക് ആദ്യം പദച്ഛേദം നോക്കാം. അലം വിഹാരേണ ഗതഃ പ്രദോഷ നിജം വ്രജാമ ഗൃഹം ഇതി ഉദീര്യ നന്ദഃ കുമാരൗ കരയോ ഗൃഹീത്വാ വിവേശ വേശ്മാന്തം അനന്തകീർത്തി. ഇനി ഗോപന്മാരും ഗോപസ്ത്രീകളൊക്കെ എന്താണ് ചെയ്തു കഴിഞ്ഞത് എന്നുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. നന്ദഗോപർക്ക് എന്താണ് ചെയ്യാനുള്ളത്, നന്ദഗോപർ എന്താണിത് കണ്ടിട്ട് പറഞ്ഞത് എന്നാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ആ നന്ദഗോപര് എങ്ങനെയുള്ള നന്ദഗോപര്? അനന്തകീർത്തി, അനന്തമായ കീർത്തിയോടുകൂടിയ നന്ദഗോപര്. എന്തുകൊണ്ടാണ് അനന്തകീർത്തി എന്ന് നന്ദഗോപർക്ക് പേര് വന്നത്, അല്ലെങ്കിൽ പേര് കൊടുത്തത് കവി എന്നാണെങ്കിൽ, ഭഗവാന്റെ ജന്മത്തോടു കൂടിയിട്ട് നന്ദഗോപരുടെ പേര് എല്ലാവരും കേൾക്കാൻ തുടങ്ങി. എത്രയോ ഗോപന്മാരവിടെ ഉണ്ട്. അവരുടെ ആരുടെയും പേര് നമുക്ക് ആർക്കും ഇപ്പോഴും കൃത്യമായിട്ടൊന്നും അറിയില്ല. 1-2 പേരുടെയൊക്കെ പേരറിയാം. പക്ഷേ നന്ദഗോപരുടെ പേര് എന്തുകൊണ്ടാണ് നമ്മൾ അറിഞ്ഞത്? ശ്രീകൃഷ്ണൻ്റെ അച്ഛനായതുകൊണ്ട് തന്നെ. അതുകൊണ്ടാണ് അനന്തകീർത്തി എന്ന് വിശേഷണം കൊടുത്തത്. അനന്തമായ കീർത്തിയോടുകൂടിയ ആ നന്ദഗോപര് എന്തു ചെയ്തു? ശ്രീകൃഷ്ണനോട് പറയാണ്, അലം വിഹാരേണ, മതി കളിച്ചത്. നമ്മളെല്ലാവരും പറയാറുണ്ട്, മാതാപിതാക്കളൊക്കെ കുട്ടികളോട് പറയണൊരു വാക്കാണ് വിഹാരേണ അലം, കളിയൊക്കെ മതിയാക്കൂ, കുറേ നേരമായി ഈ വഴിയിൽ കിടന്ന് കളിക്കാൻ തുടങ്ങിയിട്ട്, വികൃതി വർദ്ധിച്ച് എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നറിയില്ല, മതി കളിച്ചത് എന്നിങ്ങനെ പറഞ്ഞിട്ട് വിഹാരേണ അലം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെന്താ പറഞ്ഞത്? പ്രദോഷ ഗത, പ്രദോഷം തീർന്നു, അതായത് സന്ധ്യയൊക്കെ കഴിഞ്ഞു, രാത്രിയായി, നല്ലവണ്ണം ഇരുട്ടായി, രജനീമുഖത്തിലേക്ക് എത്തി. സന്ധ്യ മാറി, അതായത് പശുക്കളെയൊക്കെ മേച്ചുകൊണ്ട് തിരിച്ചു വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും കളിക്കാൻ പോയതാണല്ലോ. പകലത്തെ കളി തീർന്നില്ല, പിന്നെ രാത്രിയായപ്പോഴും അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അച്ഛനമ്മമാർ ആരെങ്കിലുമൊക്കെ ഇടപെടും. അങ്ങനെയാണ് നന്ദഗോപര് ഇടപെട്ടിട്ട് പറഞ്ഞു, കളിയൊക്കെ മതി, ഇനി എല്ലാവരും കിടന്ന് ഉറങ്ങാറായി, രാത്രിയായി. അതാണ് പ്രദോഷോ ഗത. പ്രദോഷം, അതായത് പ്രദോഷം കഴിഞ്ഞു, സന്ധ്യാസമയമൊക്കെ കഴിഞ്ഞു, ഇനി വഴിയിൽ നിന്നൊന്നും കളിക്കണ്ട, മതിയാക്കാൻ പറഞ്ഞുകൊണ്ട് നിജം ഗൃഹം വ്രജാമ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം, അതായത് ഗൃഹാന്തർഭാഗങ്ങളിലേക്ക് പോവാൻ മതി, ഇനി പുറത്ത് കിടന്ന് കളിച്ചതൊക്കെ മതി, എന്തൊക്കെയോ അപകടങ്ങൾ വരാനുള്ളത് എങ്ങനെയൊക്കെയോ ഭാഗ്യം കൊണ്ട് ഇല്ലാതെയായിപ്പോയി, മാറിപ്പോയി എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിജം ഗൃഹം വ്രജാമ ഇതി ഉദീര്യ, ഇപ്രകാരം പറഞ്ഞുകൊണ്ട് നന്ദഗോപർ എന്താ ചെയ്തത്? കുമാരവും കരയോ ഗൃഹീത്വ വേശ്മാന്തം വിവേശ. ആ നന്ദഗോപര്, അനന്തകീർത്തിയായിട്ടുള്ള നന്ദഗോപര് കുമാരന്മാരെ എങ്ങനെയാണ് അകത്തേക്ക് കൊണ്ടുപോയത്? കരയോ ഗൃഹീത്വ, കൈകളിൽ പിടിച്ചിട്ട്, രണ്ടുപേരുടെയും 2 കൈകളിലും പിടിച്ചിട്ട്. ആരാണ് 2 പേര്? ശ്രീകൃഷ്ണനുണ്ട്, ബലരാമനുണ്ട്. അവരെല്ലാവരും ഓടിച്ചാടി ഗോപന്മാരുടെ കൂടെ കളിച്ച് തിമിർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അരിഷ്ടൻ്റെ ആക്രമണങ്ങളൊക്കെ ഉണ്ടായത്. അതിൽ നിന്നൊക്കെ അവർ രക്ഷപ്പെട്ടു, അരിഷ്ടനെ വധിച്ചു. അതിൻ്റെ ആ ഒരു തീവ്രമായിട്ടുള്ള അവസ്ഥയൊന്നും മനസ്സിലായിട്ടല്ല എന്ന് തോന്നുന്നു. എന്തൊക്കെയോ അനിഷ്ടങ്ങൾ വരാനുള്ളത് വന്നുപോയി, ആർക്കും അപകടങ്ങളൊന്നും പറ്റിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇനി അധിക നേരം പുറത്ത് കിടന്ന് കളിച്ചാൽ ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ പിന്നെ ഉണ്ടാവണ്ട എന്ന് വിചാരിച്ചിട്ട് നന്ദഗോപര് കുട്ടികളോടൊക്കെ അവരവരുടെ വീടുകളിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ തൻ്റെ 2 പുത്രന്മാരെ, ശ്രീകൃഷ്ണനെയും ബലരാമനെയും കൈ പിടിച്ചുകൊണ്ട് അകത്തേക്ക് വേശ്മാന്തം, വേശ്മാന്തം ഗൃഹത്തിൻ്റെ ഉള്ളിലേക്ക്, വീടിൻ്റെ ഉള്ളിലേക്ക് വിവേശ പ്രവേശിച്ചു. കളിയൊക്കെ മതിയാക്കി കിടന്നുറങ്ങാറായില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് 2 പേരെയും കൈയുമ്മ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോന്നു എന്നാണ് കവി ഇവിടെ വർണ്ണിക്കണത്. എന്നിട്ടും തീർന്നിട്ടില്ല കളി. അതാണ് അടുത്ത ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. നമുക്ക് 34-ാമത്തെ ശ്ലോകം നോക്കാം. കൃത്വാ മുഹൂർത്തം പരിഹാസഗോഷ്ഠീം ഭുക്വാ സുഹൃദ്ഭിः സഹിതോഗ്രമന്നം
നിദ്രാഗൃഹം കോമളതൂളതൽപം ഗത്വാ ച സുഷ്വാപസുഖേന ശൗരി. ആദ്യം നമുക്ക് പദച്ഛേദം നോക്കാം. കൃത്വാ മുഹൂർത്തം പരിഹാസഗോഷ്ഠീം ഭുക്വാ സുഹൃദ്ഭിഃ സഹിത അഗ്ര്യം അന്നം നിദ്രാഗൃഹം കോമളതൂളതൽപം ഗത്വാ ച സുഷ്വാപ സുഖേന ശൗരി. അവസാനത്തെ രണ്ട് വരിയിലും സമസ്ത പദങ്ങളൊന്നുമില്ല. എന്താണ് ഇവിടെ പറയണത് എന്നാണെങ്കിൽ, അച്ഛൻ രണ്ടുപേരുടെയും കൈ പിടിച്ച് വലിച്ച് അകത്തേക്ക് കൊണ്ടുപോയി എങ്കിലും പിന്നെയും കുറച്ച് നേരം കൂടി അവിടെ നിന്നു. അതാണ് മുഹൂർത്തം, അല്പനേരത്തേക്ക് കൂടി. ആരാണ്? ശൗരി. ശൗരി ശൂരകുലത്തിൽ ജനിച്ചവനായിട്ടുള്ള ആ ശ്രീകൃഷ്ണൻ മുഹൂർത്തം, അല്പനേരം കൂടി പരിഹാസഗോഷ്ഠിയും കൃത്വ. പരിഹാസഗോഷ്ഠി, ഗോഷ്ഠി എന്നുള്ള വാക്ക് സംസ്കൃതത്തിൽ ഉപയോഗിക്കുന്നത് വട്ടത്തിലിരുന്നുള്ള സംഭാഷണങ്ങളൊക്കെ ചെയ്യണതിനെയാണ്. മലയാളത്തിൽ പറയുന്ന ഗോഷ്ഠിയല്ല സംസ്കൃതത്തിലെ ഗോഷ്ഠി. ഗോഷ്ഠി വട്ടം കൂടി ഇരുന്നിട്ട്, അതായത് ചുറ്റും ആൾക്കാരൊക്കെ ഇരുന്നിങ്ങനെ ഓരോന്ന് പറഞ്ഞ് രസിക്കുന്നതിനെയാണ് ഗോഷ്ഠി എന്ന് പറയണത്. ഇവിടെ പരിഹാസഗോഷ്ഠി എന്ന് പറയണത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറഞ്ഞ് തമ്മിത്തല്ലൂടെ ചിരിക്കുക, കളിയാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, അവർ തമ്മിലുള്ളതായ ആ തമാശകൾ, അത് കുറച്ച് നേരത്തേക്കും കൂടിയിട്ട് നീട്ടിക്കൊണ്ടുപോയി. അതായത് പിടിച്ചു വലിച്ച് അകത്തേക്ക് കൊണ്ടുപോകാൻ നോക്കിയിട്ടും ഭഗവാൻ സമ്മതിച്ചില്ല. കുറച്ചു നേരം കൂടി അവിടെ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെയാണല്ലോ കുട്ടികളുടെ സ്വഭാവം. നമ്മളൊക്കെ എപ്പോഴും കാണുന്നതാണല്ലോ. മതി എന്ന് പറഞ്ഞാലും പിന്നെയും കുറച്ചു നേരം കൂടി ഇരുന്ന്, അല്ലെങ്കിൽ വരാൻ പറഞ്ഞാൽ പിന്നെയും 10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട്, അങ്ങനെയാണല്ലോ എല്ലാ കുട്ടികളും ചെയ്യുക. പറഞ്ഞത് അപ്പം തന്നെ കേൾക്കണവരൊക്കെ വളരെ കുറവാണ്. അങ്ങനെയുള്ളൊരു കുട്ടികളും അല്ല തോന്നുന്നുണ്ട്. ലോകത്തിൽ അങ്ങനത്തെ കുട്ടികളും ഉണ്ടായിട്ടില്ല. ഒരു പ്രായം, അതായത് ചെറുതായിട്ട് തിരിച്ചറിവിൻ്റെ പ്രായം ആയ മുതലേ കുട്ടികൾ ഇങ്ങനെ തന്നെയുള്ളൂ. അങ്ങനെ നന്ദഗോപുരെ പിടിച്ചു വലിച്ച അകത്തേക്ക് കൊണ്ടുപോകാൻ നോക്കിയിട്ടും പിന്നെയും ആ കൂട്ടുകാരുടെ കൂടെ നിന്ന് തിമർത്ത് കുറച്ചു നേരം കൂടി അവിടെ നിന്ന് വർത്തമാനം പറഞ്ഞ് പൊട്ടിച്ചിരിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അതാണ് സുഹൃദ്ഭി സഹിത, കൂട്ടുകാരോടൊക്കെ കൂടിയിട്ട് അഗ്ര്യം അന്നം ഭുക്വ. അഗ്ര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്വാദുള്ള, നല്ല ഗുണഗണങ്ങളുള്ള, ശരീരത്തിന് നല്ല ചേർച്ചയുള്ളതായ ഭക്ഷണം കഴിച്ചിട്ട്, എന്താണോ സ്ഥിരമായിട്ട് കുട്ടികൾ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം, അത് കഴിച്ചിട്ട്, അഗ്ര്യം അന്നം ഭുക്വ, അത് കഴിക്കലും കൂടി കഴിഞ്ഞിട്ട് പിന്നെ കിടക്കാൻ പോവുകയായി. മതിയാക്കി കഴിഞ്ഞു കളികളൊക്കെ, അന്നത്തെ ദിവസത്തെ കളികളൊക്കെ അവസാനിപ്പിച്ചിട്ട് കോമളതൂളതൽപം നിദ്രാഗൃഹം ഗത്വാ സുഖേന സുഷ്വാപ ച. നിദ്രാഗൃഹം, നിദ്രാഗൃഹം എന്ന് പറഞ്ഞാൽ കിടന്നുറങ്ങണ മുറി. അതായത് വേശ്മാന്തത്തിലെത്തി എന്ന് പറഞ്ഞു, അവിടേക്കാണ് പിടിച്ചുകൊണ്ട് പോയത്. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് അവരവരുടെ മുറികളിലേക്ക് പോയി. അവിടെ നല്ല ഭംഗിയായിട്ട് കുടഞ്ഞ് വിരിച്ചിട്ടിരിക്കുന്ന കോസറികളൊക്കെ ഉണ്ട്. അതാണ് കോമളതൂളതൽപം, നല്ല പഞ്ഞിക്കിടക്കകൾ, തട്ടിക്കുടഞ്ഞിട്ടിരിക്കുന്ന, സുഖമായിട്ട് കിടക്കാൻ പറ്റുന്ന, ഉറങ്ങാൻ പറ്റുന്ന പഞ്ഞിക്കിടക്കകളിൽ പോയി കിടന്നിട്ട്, അതാണ് കോമളതൂളതൽപം. നല്ല പഞ്ഞിയൊക്കെ നിറച്ച് കോമളമായിട്ട് വളരെ മിനുസമുള്ളതായ, ഒട്ടും മേലെ കുത്തിക്കയറാത്തതായ സുഖകരമായ തൽപ്പം, കിടക്ക. ആ കിടക്കയിൽ പോയി കിടന്നിട്ട് ഗത്വ, അവിടെ ചെന്ന് കിടന്നിട്ട് സുഖേന സുഷ്വാപ, വളരെ സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്തു. അങ്ങനെ പകലത്തെ കുറേ ക്ഷീണങ്ങൾ, മാടുമേക്കാൻ പോയതിൻ്റെയൊക്കെ ക്ഷീണങ്ങൾ, രാത്രി വന്നിട്ട് അരിഷ്ടനെ വധിച്ച ക്ഷീണം, അതൊന്നും ഭഗവാനെ ഏശിയതുപോലുമില്ല. അതാണല്ലോ ദേവന്മാർ പറഞ്ഞത്, മുഖത്ത് വിയർപ്പ് പൊടിഞ്ഞില്ല, സാധാരണ മുഖത്ത് അല്ലെങ്കിൽ ചുണ്ടുകളിലുണ്ടാകുന്ന ചിരി മാഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ അവിടെ പ്രത്യേകിച്ചൊരു ക്ഷീണമോ വയ്യായികയോ ഒന്നും ശ്രീകൃഷ്ണൻ അനുഭവപ്പെട്ടിട്ട് തന്നെ ഇല്ല, അരിഷ്ടനെ വധിച്ചു എന്നുള്ളത് കൊണ്ട്. അങ്ങനെ എല്ലാവരോടും കൂടിയിട്ട് കളിക്കലും അതുപോലെ കുളിക്കലും ഭക്ഷണം കഴിക്കലും ഒക്കെ ചെയ്തുകൊണ്ട് സുഖമായിട്ട് നല്ല കിടക്കയിൽ കിടന്ന് ഉറങ്ങുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സന്ദർഭം, ഈ ഒരു കഥ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. അലം വിഹാരേണ ഗതഃ പ്രദോഷോ നിജം വ്രജാമോ ഗൃഹമിത്യുദീര്യ നന്ദഃ കുമാരൗ കരയോർഗൃഹീത്വാ വിവേശവേശ്മാന്തമനന്തകീർത്തി കൃത്വാ മുഹൂർത്തം പരിഹാസഗോഷ്ഠീം ഭുക്വാ സുഹൃദ്ഭിഃ സഹിതോഗ്ര്യമന്നം നിദ്രാഗൃഹം കോമളതൂളതൽപം ഗത്വാ ച സുഷ്വാപസുഖേന ശൗരി.
സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.